അത് വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്താനുള്ള ക്ലൈമാക്സ് ആണെന്ന്. ആ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ടപ്പോൾ ശരിക്കും രോമാഞ്ചം. എനിക്കൊക്കെ 35 വയസ്സായി, നമുക്കൊന്നും 72 വയസ്സ് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ടർബോയുടെ വിളയാട്ടം ഇന്ത്യ ഒട്ടാകെ വൻ തരംഗമായി മാറുമെന്ന് ഉറക്കെ പറയുകയാണ്. ഇന്നത്തെ യുവതാരങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അഴിഞ്ഞാട്ടമാണ് നമുക്കാണത്, ജോസിന്റെ അഴിഞ്ഞാട്ടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. OTT കാണാൻ വന്നിരിക്കണം കുറേ പൊട്ടന്മാരുണ്ട്, അവർക്കൊക്കെ കൂടെ കാണുന്നത്. ആദ്യം തന്നെ വൈഷേട്ട ബിഗ് താങ്ക്സ്. കാരണം നിങ്ങൾ പുലിമുരുകനെ എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലാലേട്ടന് കുറച്ച്, എല്ലാ ആൾക്കാരും പറയുമല്ലോ ലാലേട്ടന് കുറച്ച് മെയ് വഴക്കമാണ്, ആ വഴക്കമുണ്ട് ഈ വഴക്കമുണ്ട്, അങ്ങനെ പലതും പറയും. എന്താ മമ്മൂക്കൊക്കെ അതില്ലേ, അല്ലെ നിങ്ങളെ ഡയറക്ടർമാരുടെ കണ്ണിൽ അത് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ ടർബോ ജോസ്, ശരിക്കും ടർബോ ജോസ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു സ്റ്റെൻസീനൊക്കെ വരുമ്പോൾ കുറച്ച് മെല്ലെയൊക്കെയാണ് തുടങ്ങുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്ര സ്ലോ ചെയ്യണമെന്ന്. കാരണം അത് വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്താനുള്ള ക്ലൈമാക്സ് ആണെന്ന്. ആ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ടപ്പോൾ ശരിക്കും രോമാഞ്ചം. എനിക്കൊക്കെ 35 വയസ്സായി, നമുക്കൊന്നും 72 വയസ്സ് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. 72-ാം വയസ്സിൽ ഇന്ത്യൻ മെഗാസ്റ്റാർ അദ്ദേഹം പറഞ്ഞ പോലെ 42 വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഈ 42 വർഷമായിട്ടും എന്നെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഫാൻസുകാർക്കും എൻ്റെ സിനിമാ പ്രേമികൾക്കും അവരോടൊപ്പം തന്നെ ഞാൻ അതിന് വേണ്ട എല്ലാ വകകളും ചേർത്തുകൊണ്ടാണ് ടർബോ ഒരുക്കിയിരിക്കുന്നത്. ഈ ടർബോയുടെ വിളയാട്ടം ഇന്ത്യ ഒട്ടാകെ വൻ തരംഗമായി മാറുമെന്ന് ഉറക്കെ പറയുകയാണ്. ലോകത്തിലെ 70 ലോകരാഷ്ട്രങ്ങളിലും ഇന്ന് തുടങ്ങിയിട്ടുള്ള ഈ ടർബോ ഒരു ലോക ചരിത്രത്തിൻ്റെ ഒരു ഏടായി മാറും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ യുവതാരങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അഴിഞ്ഞാട്ടമാണ് നമുക്കാണത്, ജോസിന്റെ അഴിഞ്ഞാട്ടം. നമിച്ചു മമ്മൂക്ക. നിങ്ങൾ ആ ഓരോ സീനിലും മമ്മൂക്ക കാണിച്ചു കൂടുന്ന ഓരോ എന്താ പറയുക, മമ്മൂക്കൊക്കെ വെറിയെടുത്ത പോലെ. അത് മമ്മൂക്ക വേറെ ലെവല്, ഒരു രക്ഷയില്ല. വൈഷേട്ടാ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഇത് ആഞ്ഞു പറക്കും, കോടികളും അതിൻ്റെ അപ്പുറമുള്ള കോടികളെല്ലാം വാരിക്കൂട്ടും. താങ്ക് യു. മമ്മൂക്കയുടെ 72-ാം വയസ്സിന് അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് അതാണ് ഈ പടത്തിൽ കണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മമ്മൂക്ക കമ്പനി മാസ് പടം ഇറക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പമ്പൻ മാസമായിട്ടുള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. OTT കാണാൻ വന്നിരിക്കണം കുറേ പൊട്ടന്മാരുണ്ട്, അവർക്കൊക്കെ കൂടെ കാണുന്നത്. എന്തായാലും തിയേറ്ററിൽ കണ്ട പടമാണത്, കാണുക, അറമാദിക്കുക, അത്രയേ ഉള്ളൂ. സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. ഒരുപാട് സസ്പെൻസുകൾ ഇനി പടം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും ഇനി വരട്ടെ. ടർബോ ജോസ് വീണ്ടും അവതരിക്കുന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. മമ്മൂക്കൻ്റെ അഴിഞ്ഞാട്ടം 72 വയസ്സിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ ഫൈറ്റ് വേറെ ലെവൽ ഫൈറ്റ്, അമ്പം പടം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് ടർബോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടർബോ ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ അത് ടർബോ ഇഞ്ചൻ തന്നെയാണ്. പടം ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പടം സൂപ്പർ പടം. എല്ലാവർക്കും എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാർക്കും പടം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ടർബോ. പിന്നെ മമ്മൂക്ക കമ്പനിയെ കുറിച്ച് പറയണമെങ്കിൽ മമ്മൂക്ക കമ്പനി വെറുതെ ഒന്നിനും കൊണ്ട് തലവെക്കില്ല. തലനെ സൂപ്പറായിരുന്നു. പക്ഷേ അതിന് അടിപൊളി പടമായിരുന്നു. മമ്മൂക്കാൻ്റെ ഇതുവരെ കാണാത്ത വേറെ ലെവൽ അഭിനയിക്കുന്നു. തീർച്ചയായും മമ്മൂക്കാൻ്റെ 72 വയസ്സായ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ പറ്റി. ഈ വർഷം ഇറങ്ങിയ എല്ലാ പടങ്ങളും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഇതൊരു 100 കോടി ക്ലബ് എത്തുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കുക. എന്തായാലും ഒരു വേൾഡ് ഹിറ്റായി മാറട്ടെ. നല്ലൊരു പടം സമ്മാനിച്ച വൈശാഖ ടീം എല്ലാ അണിയൽപ്രവർത്തകർക്കും ഞങ്ങൾ പാലക്കാട് മമ്മൂക്ക ഫാൻസിന്റെ എല്ലാ ഹൃദയനിർത്ത നന്ദി അറിയിക്കുന്നു. വെച്ചതെല്ലാം പൊൻ മാണിക്കമാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇത്ര നേരം സഹകരിച്ച ഈ മീഡിയയ്ക്കും നന്ദി, അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി, തിയേറ്റർ സ്റ്റാഫിനും എല്ലാവർക്കും. എന്തായാലും ടർബോ ജോസ് മിന്നിക്കട്ടെ. മമ്മൂക്കാക്ക് ജയ്.